ഹായ് ഹലോ നിംസ് 777 ടാരോട്ട് റീഡിങ്ങിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് 2025 പുതിയതായി ജന്മമെടുക്കുകയാണ്. 2024 വിട വാങ്ങിക്കൊണ്ട് പുതുവർഷത്തിലേക്ക് കിടക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ ഈ പുതിയ ദിവസം നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് നമ്മളുടെ എനർജി തന്നെയാണ് നോക്കുന്നത്. ഇന്നു മുതൽ നമുക്ക് എന്താണ് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് ആദ്യം തന്നെ ടാരോട്ട് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ നമ്മളെ തന്നെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും 7 ചക്രാസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓരോ 7 ചക്രാസും ഓരോന്നിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമുക്ക് ഷോർട്ടായിട്ട് അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചക്രയാണ് സഹസ്രാര ചക്ര. സഹസ്രാര ചക്ര എന്ന് പറഞ്ഞ ക്രൗൺ ചക്ര. ഇത് നമ്മളുടെ മെൻ്റലി ഇഷ്യൂസൊക്കെ വരില്ലേ നമുക്ക്. അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രൗൺ ചക്രയെ ബാധിച്ചു എന്നാണ്. ഇത് സ്പിരിച്വാലിറ്റിയുമായി കണക്റ്റഡ് ആണ്. രണ്ടാമത്തെ ചക്ര ആജ്ഞാചക്ര. ഇത് അവയർനെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇത് തേർഡ് ഐ ചക്രയാണ്. തേർഡ് ഐ ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറി, കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ ഇതൊക്കെ ഈ ആജ്ഞാചക്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ചക്രയാണ് വിശുദ്ധ ചക്ര. വിശുദ്ധ ചക്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ടുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് ഈ ചക്ര പ്രവർത്തിക്കുമ്പോഴാണ്. നാലാമത്തെ ചക്രയാണ് അനാഹതം ചക്ര. അനാഹതം ചക്രയാണ് ഹാർട്ട് ചക്ര അഥവാ ലവിങ് ഹീലിംഗ് ചക്ര. നമ്മുടെ ലവ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ചക്രയാണ് ഹാർട്ട് ചക്ര, അനാഹതം ചക്ര. അത് നമ്മുടെ ഹൃദയത്തിനെയും ലങ്സിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ചക്രയാണ്. അഞ്ചാമത്തെ ചക്രയാണ് മണിപ്പുര ചക്ര. ഈ മണിപ്പുര ചക്ര തന്നെയാണ് സോളാർ ചക്ര. അത് നമ്മളുടെ വിസ്ഡം പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. വിസ്ഡം പവർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ ചക്രയാണ് സ്വാധിഷ്ഠാനം ചക്ര. സ്വാധിഷ്ഠാനം ചക്ര പറയുമ്പോൾ അത് നമ്മുടെ സെക്ഷുവാലിറ്റിയിലെയും ക്രിയേറ്റിവിറ്റിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ചക്രയാണ്. നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, യൂട്രസുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ സ്വാധിഷ്ഠാനം ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് സ്റ്റേബിൾ അല്ലാതെ ആവുമ്പോഴാണ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഏഴാമത്തെ ചക്രയാണ് മൂലാധാര ചക്ര. ഇതൊരു ബേസിക് ട്രസ്റ്റാണ്. മൂലാധാര ചക്ര റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
ഈ മൂലാധാര ചക്രയെ തന്നെയാണ് നമ്മൾ റൂട്ട് ചക്ര എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ റൂട്ട്. ഇവിടെ ഈ 7 ചക്രാസ് നമ്മളുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. 7 ചക്രാസിൽ, ഈ പറയുന്ന ചക്രാസിൽ ഏതെങ്കിലും ഒരു ചക്രയ്ക്ക് എന്തെങ്കിലും ഭംഗം സംഭവിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് തടസ്സം വരുന്നത്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് 4th ചക്രയ്ക്കാണ് ഭംഗം സംഭവിച്ചിട്ടുള്ളത്. അനാഹതം ചക്രയാണത്. നമ്മുടെ ലവ്, നമ്മുടെ ഇമോഷൻസ്, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം ഭംഗം സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് എങ്ങനെ നല്ലതാക്കാം? ഏറ്റവും മോശം സ്ഥിതിയിൽ കിടക്കുന്ന ഈ ചക്രാസിനെ നിങ്ങൾക്ക് എങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം? ഒരു കുട്ടി ജനിച്ച് അത് പിച്ച് വെച്ച് നടക്കുന്ന പ്രായത്തിൽ ആ കുഞ്ഞിന് ഈ പറയുന്ന ഇമോഷൻസ് ഒന്നും അറിയില്ല. അവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഈ ചക്രാസ് എല്ലാം ഉണ്ട്. കുറച്ചുകൂടെ മുതിർന്ന് നമ്മളൊരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ ഓരോന്നിനെയും അന്വേഷിക്കുന്നത്, അല്ലേ? നമ്മളിലുള്ള ഈ 7 ചക്രാസിൽ എന്തെങ്കിലും ഭംഗം സംഭവിക്കുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറേ പേർക്ക് മൂലാധാര ചക്ര ഇഷ്യൂ ആയിട്ടുണ്ടാകും. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് അസുഖബാധിതരായിരിക്കാം, അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരായിരിക്കാം. അത് നിങ്ങളുടെ 7ാമത്തെ ചക്ര ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ്, അതിന് ഭംഗം സംഭവിച്ചത് കൊണ്ടാണ്. ഇനി സ്വാധിഷ്ഠാന ചക്ര, 6ാമത്തെ ചക്ര പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂ ഉള്ളവരുണ്ട്, യൂട്രസ് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, പെയിൻ ഉള്ളവരുണ്ട്, ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നാഡി. ഇതെല്ലാം നിങ്ങളുടെ 6ാമത്തെ ചക്രയായ സ്വാധിഷ്ഠാന ചക്രയ്ക്ക് ഭംഗം സംഭവിച്ചതുകൊണ്ടാണ്. മണിപ്പുര ചക്ര സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട ചക്രയാണ്. ഡൈജഷൻ, എപ്പോഴും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാവും. അത് ആ ചക്രയുടെ വീക്ക്നെസ്സാണ് കാണിക്കുന്നത്. അവർക്ക് എപ്പോഴും സ്ട്രെസ് ഉണ്ടായിരിക്കും, പേടി, ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇനി 4ാമത്തെ ചക്രയായ അനാഹതം ചക്ര, ഹേർട്ട് ചക്ര, അത് ലവ്, ഇമോഷൻസ്, ഹീലിംഗ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാത്ത അവസ്ഥ. ലവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ എന്തെങ്കിലുമൊക്കെ ഭംഗം വരിക. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതെല്ലാം ഈ 4th ചക്ര അതിൽ ഭംഗം സംഭവിച്ചത് കൊണ്ടാണ്. അത് നിങ്ങൾ തകർന്നു പോയ അവസ്ഥയാണ്. അത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം, പ്രോഗ്രസ് കൊണ്ടുവരണം. വിശുദ്ധി ചക്ര, 5th ചക്ര കമ്മ്യൂണിക്കേഷൻ, തൈറോയിഡിന് സംബന്ധിച്ചതാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ സ്വരവും നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെയും അതുമായി ബന്ധപ്പെട്ട അവയവത്തെയും ബാധിക്കും. അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ഈ റീഡിംഗ് കാണുന്നുണ്ടാവാം. ആജ്ഞാചക്ര 3rd ഐനെ സൂചിപ്പിക്കുന്നത്.
അത്രയും ആത്മീയതയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ തേർഡ് ഐ ഉണ്ടാവുക. അത് നമ്മളെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നിന്നും നമ്മൾ ആത്മീയതയിലേക്ക് പോകുമ്പോൾ നമുക്ക് തേർഡ് ഐ കണക്ഷൻ ഉണ്ടാവും. അത് നമ്മൾക്ക് ആർക്കും ഇപ്പം എത്തിയിട്ടില്ല. അത് അത്രയും ആത്മീയതയിലെത്തണം, സ്പിരിച്വലി കണക്റ്റഡ് ആവണം, യൂണിവേഴ്സുമായി എല്ലാ തരത്തിലും കണക്ഷൻ വേണം. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം, നമ്മളെ തന്നെ അവലോകനം ചെയ്യണം. എന്നാലേ നമുക്ക് തേർഡ് ഐ ചക്ര പ്രവർത്തിക്കുകയുള്ളൂ. അത് ഒരുപാട് ധ്യാനം ചെയ്യുന്ന, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് കിട്ടുകയുള്ളൂ. സഹസ്രാരം ചക്രയാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. അത് മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂ വരിക, ഇപ്പോൾ ഓട്ടിസം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് അൽഷിമേഴ്സ് വരിക, ഓർമ്മേനൊക്കെ ബാധിക്കുക, അങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളും വരുന്നത് നമ്മുടെ സഹസ്രാരം ചക്രയെ ബാധിക്കുമ്പോഴാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ 7 ചക്രാസിനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒരറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രണയിക്കുന്നവരും പ്രണയം തേടുന്നവരും പ്രണയം കണ്ടെത്തിയവർക്കും വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 7 ചക്രാസും നമ്മളിൽ തന്നെ ഉണ്ട്. അതിന് ഭംഗം സംഭവിക്കുമ്പോഴാണ് ആ ഒരു മേഖലയിൽ നമുക്ക് എല്ലാം സംഭവിക്കുന്നത്, മോശം സംഭവിക്കുന്നത്. നമ്മൾക്ക് തന്നെ അത് പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിച്ച് അതിൻ്റേതായ എക്സസൈസുകളുണ്ട്. എങ്ങനെ 7 ചക്രാസ് നമുക്ക് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്ന കുറേ എക്സസൈസുകളുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കാനാണ്, അത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ 7 ചക്രാസിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അത് ചെയ്യാനായിട്ട് 20 മിനിറ്റ് ധാരാളം. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. തുടർന്ന് 7 ചക്രാസ് ഉണർത്തുവാനുള്ള അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള യോഗ ചെയ്യുക. അത് എന്തു തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് തന്നെ ഉണ്ടാക്കുകയുള്ളൂ, കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. ആദ്യം ചെയ്യുന്ന 1-2 ദിവസത്തിൽ ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടാവും. അത്ര ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ഒന്നല്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഏകാന്തമായി ഏതെങ്കിലും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിരിക്കുക. പോസിറ്റീവിനെ ആകർഷിക്കുവാനും നെഗറ്റീവ്സിനെ കളയുവാനും നമ്മളുടെ 7 ചക്രാസിന് പ്രോഗ്രസ് ഉണ്ടാക്കുവാനും ഈ എക്സസൈസിലൂടെ നമുക്ക് സാധിക്കും. ഓരോ ദിവസവും നമ്മളത് ചെയ്യുമ്പോഴും നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ടിത് മാറും. ഒരു 5 മണിക്കോ 6 മണിക്കോ നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഇത്. മെൻ്റലി നമ്മൾ വളരെ സ്ട്രോങ് ആവും. പോസിറ്റീവിനെ നമ്മൾ ആകർഷിക്കുമ്പോൾ അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോസിറ്റിവിറ്റി തരുന്നതായിരിക്കും. ഇനി ഇത് ചെയ്യാൻ മടിയുള്ളവർക്ക് ആദ്യം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറേശ്ശെയായിട്ട് ഈ യോഗ ചെയ്ത് നോക്കാം. അറിയാത്തവർക്കായി ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്. ഏതെങ്കിലും ഒരു ക്ലാസ് യൂട്യൂബിലോ ഓൺലൈനായിട്ടൊക്കെ
നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇന്ന് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്ന കാർഡ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ഈ പുതുവർഷത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു എന്നാണ് ഇവിടെ നമ്മുടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളോട് നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ കുറേ പേര് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേര് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഒത്തിരി പേരെന്ന് പറയുമ്പോൾ 1-2% അല്ല കേട്ടോ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, നിങ്ങളുടെ കൊളീഗ്സ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആവാം. 3 of Wands എനർജിയും നിങ്ങളുടെ വെയിറ്റിങ്ങിനെ കാണിക്കുന്നത്. നിങ്ങളുടെ ഡ്രീംസിനെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ യുവർ ഡ്രീംസ് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളിലേക്ക് അടുത്തു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യം അതിൻ്റെ സ്പീഡിലൂടെ തന്നെയാണ് പോകുന്നത്, അതിൻ്റെ വേഗതയിലൂടെ തന്നെയാണ് പോകുന്നത്. അതതിൻ്റെ പാതയിൽ ട്രാവലിംഗ് തന്നെയാണ്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് പോകുന്നത്. അധികം താമസിയാതെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഗുഡ് ന്യൂസ് കാണിക്കുന്നു. പേജ് ഓഫ് പെൻറ്റക്കിളും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങളിൽ പുതിയ തുടക്കമുണ്ടാകാൻ പോവുകയാണ്. ഫ്യൂച്ചർ സ്റ്റേബിൾ ആവാൻ പോവുകയാണ്. വെൽത്ത് ഉണ്ടാവാൻ പോവുകയാണ്. ഗുഡ് ന്യൂസ് ഉണ്ടാവാൻ പോവുകയാണ്. അടുത്ത കാർഡ് ദ ഫൂൾ കാർഡാണ്. എന്താ ഫൂൾ കാർഡ്? എല്ലാം അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കമാണ്. എവേക്കനിങ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇന്നസെൻസിനെ അവിടെ കാണിക്കുന്നത്. എന്തും നേരിടാനായിട്ട് നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചാലും കഴിഞ്ഞുപോയ പാസ്റ്റ് എല്ലാം നിങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല, ഞാൻ പുതിയ തുടക്കത്തിലേക്ക് പോവുകയാണ്, എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ സാധിക്കും, ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റും. ഡെത്ത് ആൻഡ് ബർത്ത് കാർഡും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാ വിഷമങ്ങളും നിങ്ങളുടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പുതിയ തുടക്കം തന്നെയാണ്. പിന്നീട് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താ? 7 of Cups ആണ്. ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ചാൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ജോബ് വാക്കൻസിയിൽ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം, കരിയർ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്, ഒരു ചാൻസ് ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേർക്കെങ്കിലും പ്രപ്പോസൽസ് വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് എടുത്തിരിക്കുന്ന ആളായിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള പ്രണയം സഫലമാകാൻ പോകുന്നതിൻ്റെ സൈൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ അവനവൻ തന്നെ സ്വയം ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ നമ്മൾക്ക് മാരേജ് വേണം അല്ലേ, കുടുംബം വേണം അല്ലേ, അങ്ങനെയുള്ള എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. എല്ലാ ചക്രങ്ങളും കറങ്ങി കറങ്ങി ഇപ്പോൾ ഒരു വീൽ, ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടോ, വീൽ ചക്ര കാണിക്കുന്നത് കണ്ടോ, ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ എന്നാ പറയുന്നത്. ഒരു ടേണിംഗ് പോയിന്റ്, ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ 2025 നിങ്ങളുടെ വർഷമാണ്. നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം സാധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച വേദനയിൽ നിന്ന് നിങ്ങൾ എല്ലാ പൂർണ്ണതയിലും അത് മാറ്റിക്കളഞ്ഞ്
പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. ഇന്ന് ഈ കാർഡ്സ് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ കാർഡ്സ് എല്ലാം പോസിറ്റീവിനെയാണ് കാണിച്ചു തരുന്നത്. ഒരു നെഗറ്റീവ് പോലും ഈ കാർഡ്സിലില്ല. അതൊത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് വന്നാൽ തന്നെ നമുക്കൊരു ടെൻഷൻ വരും. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ എന്തോ ഒരു തടസ്സം വരുന്നുണ്ടെന്ന്. ഇവിടെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. എല്ലാം പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ്. നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഫാമിലിയുമായിട്ട് സന്തോഷിക്കാൻ പോകുന്നത് തന്നെയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഡ്രീം ചെയ്തത്, മാനിഫെസ്റ്റ് ചെയ്തത്, അത് സഫലമാകാൻ പോകുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒത്തിരി സ്റ്റുഡൻസിനെയും കാണിക്കുന്നുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ, പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച പേർപ്പസ് എല്ലാം ശരിയാവും എന്നാണ് തന്നെയാണ് പറയുന്നത്. എല്ലാം ശരിയാവും. ഒരു തടസ്സവും അതിലില്ല. വരാനായിട്ടിരിക്കുന്ന എക്സാംസിൽ അതിലും നല്ല മൂവ്മെൻറ്റ് തന്നെയാണ്. ഇപ്പം പുതിയ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നെല്ലാവരും പരിഹസിക്കപ്പെട്ട അവസ്ഥ നിങ്ങളുടെ മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ അവരുടെ ആരുടെയും മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കേണ്ടി വരില്ല. പുതിയ ചാൻസ് തന്നെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ചെറിയ പേപ്പറിൽ എഴുതുക. 2025 എന്ന് എഴുതാം. ചെറിയ പേപ്പർ മതി. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ബ്രീഫായിട്ട് എഴുതാം. എന്തൊക്കെ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നു, മെയിനായിട്ടുള്ള 5 or 6 കാര്യങ്ങളൊക്കെ എഴുതാം. ആ ഒരു പേജിൽ കൊള്ളുന്നത്, ആ ചെറിയൊരു പേപ്പർ തുണ്ടിൽ കൊള്ളുന്നത്, അതൊരു ബ്ലൂ ഇങ്ക് കൊണ്ട് എഴുതാം. നിങ്ങൾ യൂണിവേഴ്സിൽ ആ കാര്യങ്ങൾ അർപ്പിച്ചിട്ട് യൂണിവേഴ്സിന് കൊടുക്കുക. ഇതെനിക്ക് എല്ലാം നടത്തിത്തരണം. എനിക്ക് ഇത്രയും കാര്യങ്ങൾ വേറെ ആരോടും പറയാനില്ല. എൻ്റെ എല്ലാമായ യൂണിവേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതെനിക്ക് നേടിത്തരണം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളത് നിങ്ങളുടെ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് സൂക്ഷിച്ചു വയ്ക്കുക. പിന്നീട് നിങ്ങൾ ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിച്ച് എഴുതി വെച്ച ഈ കാര്യങ്ങൾ യൂണിവേഴ്സിൽ നമ്മൾ ഓൾറെഡി സമർപ്പിച്ച് കഴിഞ്ഞു. ഇനി ഈ കാര്യം യൂണിവേഴ്സ് നോക്കിക്കോളും. ആ പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഒരു ഇൻഫിനിറ്റി ചിഹ്നം ഇടണം കേട്ടോ. അത് ഈ 2025 നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എല്ലാം സാധ്യമാകും തന്നെയാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ പറയുന്ന കാര്യം വിശ്വാസമുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് സാധിക്കുമെന്ന് 100% ഞാൻ പറയുന്നു. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് അത് നല്ല കാര്യങ്ങളാവണം കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി ദ്രോഹമായിട്ട് ഒന്ന് എഴുതി വയ്ക്കില്ലേ, അവർക്ക് അത് സംഭവിക്കട്ടെ, ഇവർക്ക് ഇത് സംഭവിക്കട്ടെ, അങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ. നിങ്ങൾ എഴുതേണ്ടത് എന്താ? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വെൽത്ത്, ജോബ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം, എന്തെങ്കിലും റീയൂണിയൻ പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് സക്സസ് ആവാനായിട്ട്, ഹാപ്പി ഫാമിലി, ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സമാധാനം. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവാം. അവരെടുത്തു പറയാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മക്കളാൽ വിഷമിക്കുന്ന പാരൻസിനെ കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അവരുടെ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന
അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ എഴുതി നോക്കൂ. അവരുടെ എല്ലാ പ്രശ്നവും സോൾവ് ആവും. നമ്മൾ ചെയ്യുന്ന കാര്യം പോസിറ്റീവായിട്ടെടുത്ത് നമുക്കത് സാധിച്ചു കഴിഞ്ഞു എന്ന് താങ്ക് യുയിലൂടെ, നന്ദിയിലൂടെ നമ്മൾ യൂണിവേഴ്സിന് സമർപ്പിക്കണം. എല്ലാത്തിലും നന്ദി പറയുക. അത് നടക്കാൻ പോകുന്നു എന്നല്ല ചിന്തിക്കുന്നത്, നടന്നു കഴിഞ്ഞു എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് എക്സാം പാസ്സാവാനായിട്ട് ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ്. എക്സാം എഴുതാൻ പോകുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ബിലീവ് ചെയ്യണം, ഞാൻ എക്സാം പാസ്സായി, എനിക്ക് ഇത്ര മാർക്കുണ്ട്, യൂണിവേഴ്സിനോട് നന്ദി, താങ്ക് യു. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ റിയൂണിയൻ പോസിബിളായി. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. താങ്ക് യു. എനിക്ക് ജോബ് കിട്ടി, ഞാൻ വിചാരിച്ച ജോബ് എനിക്ക് കിട്ടാൻ പോകുന്നതേ ഉണ്ടാവുകയുള്ളൂ. എനിക്കത് കിട്ടി. അതിന് ഞാൻ യൂണിവേഴ്സിനോട് എപ്പോഴും നന്ദിയുള്ളവനാണ്. താങ്ക് യു. അങ്ങനെ നമ്മൾ എല്ലാത്തിലും നന്ദി പറയുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് സഫലീകരിക്കാൻ സാധിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ വർഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. ഞാൻ പറയുന്നത് പോലെ ഇതുപോലെ എഴുതി നോക്കുക. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. എനിക്കും സാധിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്കും സാധിക്കട്ടെ. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട മെസ്സേജസും എൻ്റെ ഈ ചാനൽ തുടർന്നു പോകാൻ ആവശ്യമുള്ളതാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. പുതിയ റീഡിങ്ങുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.